കൂട്ടുകാരെ, ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ പത്തിലത്തോരൻ്റെ. അപ്പോൾ ഇന്ന് തകരയിലാണേ ഇന്ന് കിട്ടിയേക്കുന്നത്. പറിക്കാൻ പോകുന്ന നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതെന്ന് വെച്ചാൽ മഴയായിരുന്നു. മഴ എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ടോ, തോട്ടിലെ മഴ പെയ്ത് തോട്ടിലെ വെള്ളമെല്ലാം കലങ്ങി മഴയായിരുന്നു. അപ്പോൾ വേഗം നമുക്കിത് അരിഞ്ഞ് തോരൻ വെക്കാം. അരിഞ്ഞ് വേഗം തോരൻ വെക്കാം. ഫോണ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എവിടേക്കോ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഞാൻ എല്ലാം ഒന്ന് കാണിക്കുന്ന വെച്ചു. നല്ല ഫാനിൻ്റെ ഒച്ച വരിക്കുന്നത്. ഫുൾ അരിഞ്ഞിട്ട് കാണിക്കാവേ. അരിഞ്ഞ് വെച്ചേ. ഇനി ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ തേങ്ങയെല്ലാം ചേർത്ത് വെച്ചതും കൂടെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വെച്ച് കാണിക്കണം, എന്നാലേ മനസ്സിലാവും. ഇത് എല്ലാവരും പറഞ്ഞു ഈ മറ്റുള്ള ഇലകളൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. തോരൊന്നും കളഞ്ഞില്ല, കഴുകിയിട്ട് ചതച്ചിട്ടതാണ്. പിന്നെ ചെറിയുള്ളി തോരനൊക്കെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയുള്ളിയും, ഇത് കാന്താരിയാണ്, നമ്മുടെ കാന്താരി തേങ്ങയും അങ്ങനെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. വെച്ചു നമുക്ക് തീ കത്തിക്കാം. ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാവേ. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടുകൊണ്ട്. മുകളിൽ തേങ്ങയുടെ ബാക്കി ഇട്ടുകൊണ്ട് ഇളക്കി മിക്സാക്കാം. വേവട്ടെ. പൊട്ടിച്ചില്ലായിരുന്നു, വേവിട്ട് കൊടുക്കാം. തുറന്ന് ഇതാക്കിയതാണേ, നോക്കാം. വെന്തു, ഏകദേശം വെന്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റെല്ലാം വന്നപ്പോൾ മറ്റേതിനൊരു കുത്തല പോലത്തെ ഇതുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുമ്പോൾ ഒരു കുത്തല പോലെയായിരുന്നു, അതിപ്പോൾ ഇല്ല. അപ്പോൾ നല്ല ടേസ്റ്റായി. എല്ലാവരും വെച്ച് നോക്കണേ. നമുക്ക് വേഗം ചോറ് തിന്നാം, വിശക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ചോറ് കഴിച്ചാലോ. ഞാൻ ചോറൊക്കെ വിളമ്പിട്ടാ. ഇതാ തകരത്തോരൻ, പിന്നെ കേതലില്ലേ, കേതൽ മേടിച്ച് വറുത്തരച്ച് വെച്ചതാണേ. ഇതല്ല അത്യാവശ്യം മൂന്നാമത്തെ ഇല തകര ഇലക്കറി, അത് കൂട്ടി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടാകുന്നു. കഴിച്ചു നോക്കാം അല്ലേ. വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത്. എന്നോട് അഭിപ്രായം വന്നാ വെളുത്തുള്ളിയും കൂടി ഇട്ട് നോക്കാം. അരിയും കൂടെ കുറച്ച് ഇടണമെന്ന് പറഞ്ഞായിരുന്നു വറുത്ത്, പക്ഷെ അത് വിട്ടുപോയി എന്നോട്. കടുക് വറുക്കുമ്പോൾ കുറച്ച് അരിയും കൂടി ഇട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണെന്ന്, പക്ഷെ അത് വിട്ടുപോയി. ഇനി അടുത്ത് വെക്കുമ്പോൾ അങ്ങ് നോക്കട്ടെ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാൻ കഴിക്കട്ടെ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ശരി, ബൈ ബൈ.